ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രമദ. അപ്പൊ സെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നവരെല്ലാവരും അറിഞ്ഞിരിക്കും, എല്ലാവരും പഠിച്ചു തുടങ്ങിയിരിക്കും അല്ലെ. ചിലർക്കെങ്കിലും എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ട എന്നൊരു കൺഫ്യൂഷൻ വരും. കാരണം ഈ കഴിഞ്ഞ സെറ്റ് ബോട്ടണി എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഏരിയയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ വേറൊരു തലത്തിലായിരുന്നു ക്വസ്റ്റ്യൻസ്. അങ്ങനെ നമുക്ക് അത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് കൃത്യമായി മനസ്സിലാക്കി കമ്പയർ ചെയ്ത് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കണം. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ തവണ സെറ്റ് എക്സാമിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള സെറ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ആവാൻ. കാരണം ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. HSST മുന്നിൽ വിളിക്കുന്ന ഒരു സെറ്റ് എക്സാം ആണ്. അപ്പൊ നമുക്കത് നേടിയേ തീരുള്ളൂ. അങ്ങനെ നമ്മളത് എയിം ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി കണ്ടന്റ് മനസ്സിലാക്കി PYQ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പം അതിന് നമ്മൾ കഴിഞ്ഞ തവണത്തെ സെറ്റ് എക്സാമിൽ ചോദിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, select the correctly matched pairs in Cyanophycean species. First one, Acarids, Cylindrospermum. Second, Nanocyst, Microcystis. Third, Exospore, Chamaecyphon. Fourth one, Hormogonia, Oscillatoria. Option A, 1 and 4 only. Option B, 1 and 3 only. Option C, 2 and 4 only. Option D, 1, 2, 3 and 4. കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആണ്. നമുക്ക് എപ്പോഴും സൈനോഫൈസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇവിടെ നമുക്ക് 4 കണ്ടന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 ഓപ്ഷനും കറക്റ്റ് ആണ് അല്ലെ. അക്കാനിഡ്സ് എന്ന് പറയുന്നത് സിലിഡ്രോസ്പെർമം. സിലിഡ്രോസ്പെർമം is a filamentous cyanobacterium known to produce acanids, which are dormant, thick-walled survival spores formed adjacent to heterocyst under unfavorable conditions. അപ്പൊ അക്കാനിഡ്സ് നമുക്ക് അറിയാം അൺഫേവറബിൾ കണ്ടീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ആണ് അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾ എന്താ വരുന്നത്? സിലിൻഡ്രോസ്പെർമത്തിലാണ് അത് കാണപ്പെടുന്നത്. ഇനി നാനോസൈറ്റ് മൈക്രോസിസ്റ്റിസ് ആണ്. മൈക്രോസിസ്റ്റിസ് എന്ന് പറയുന്നത് റീപ്രൊഡ്യൂസ് നാനോസിസ്റ്റ്, ആൾസോ കോൾഡ് എൻഡോസ്പോർസ് ഓർ സ്മാൾ. നാനോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? സ്മാൾ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നാനോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാൾ സെൽസ് ആണ്. വിച്ച് ആർ സ്മാൾ ബോഡീസ് റിലീസ്ഡ് ഫ്രം ദി പാരന്റ് സെൽ and act as a means of reproduction. ഓക്കെ, അതിനൊരു റെസ്റ്റിംഗ് പീരീഡ് ആവശ്യമില്ല. അപ്പൊ അതൊരു റീപ്രൊഡക്റ്റീവ് സ്പോർ ആണ്. നാനോസ്പോർ എന്ന് പറയുന്നത് മൈക്രോസിസ്റ്റിസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൂന്നാമത് വരുന്നതാണ് എക്സോസ്പോർ. കെമേസൈഫോൺ ആണ്. കെമേസൈഫോൺ is a cyanobacterium that reproduces by forming exospores through asymmetric binary fission. Exospores എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? as a result of asymmetric binary fission. അപ്പൊ അൺഈക്വൽ ഡിവിഷൻ ആണ് അവിടെ വരുന്നത്. at the apical end of the parent cell. parent cellന്റെ apical endൽ വരുന്ന asymmetrical binary fission ഇവിടെ വരുന്നതാണ് എക്സോസ്പോർ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് കെമേസൈഫോൺ എന്ന് പറയുന്നത്. ഇനി ഹോർമോഗോണിയ. ഹോർമോണിയ ആണ് ഓസിലേറ്റോറിയിലാണ്. ഓസിലേറ്റോറിയ is a filamentous cyanobacterium that reproduce asexually through the formation of motile fragments. Motile fragments called hormogonia. ഓസിലേറ്റോറിയിൽ വരുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണ് മോട്ടൈൽ ഫ്രാഗ്മെന്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. വിച്ച് ആർ ഷോർട്ട് സെക്ഷൻസ് ഓഫ് ദി ഫിലമെന്റ്സ് ദാറ്റ് സെപ്പറേറ്റ് അറ്റ് ഡെഡ് സെൽസ് ആൻഡ് ഗ്രോ ഇൻ ടു ന്യൂ ഫിലമെന്റ്സ്. അപ്പൊ അതിന്റെ ആ ഫിലമെന്റിന്റെ ചില ഫ്രാഗ്മെന്റ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? ഹോർമോഗോണി ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസും തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which among the following are economically important lichens? നമ്മൾ എപ്പോഴും ലൈക്കൻസിന്റെ പോർഷന് ക്വസ്റ്റ്യൻ വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും സാധാരണ എന്ത് പഠിക്കും? എക്സാമ്പിൾസ് പഠിക്കും, അതിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് പഠിക്കും, ടൈപ്സ് ഓഫ് ലൈക്കൻസ് പഠിക്കും അല്ലെ. ഇവിടെ അതുപോലെ തന്നെയാണ്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ലൈക്കൻസ് ആണ്. അപ്പൊ 4 ഇൻഡസ്ട്രിയൽ കാര്യങ്ങളും 4 ലൈക്കനും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കൃത്യമായിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം 4 കണ്ടന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. First, leather industry, Leberia palmataria. Second, cosmetics and perfumes, Ivernia prunastri. Third, brewing and confectionery, Ramelia fraxina. And for pharmaceutical, Rosella montagni. Option A, 1 and 2 only. Option B, 1, 3 and 4 only. Option C, 2 and 4 only. Option D, 1, 2, 3 and 4. എന്താ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഈ 4 ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് 1, 2, 3 and 4. ലെതർ ഇൻഡസ്ട്രി, Leberia palmataria. Extracts from Leberia palmataria, also called
palmataria in some text. Palmataria മാത്രമുള്ളത്. Having astringent properties used in the tanning industry. Tanning ഇൻഡസ്ട്രിയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ലബേറിയ ഉപയോഗിക്കുന്നത്. അതുപോലെ കോസ്മെറ്റിക്സ് ആൻഡ് പെർഫ്യൂം. എവേർണിയ പ്രൂണാശ്രീ. ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്മോസ്. ഓക്മോസ് എന്നുള്ള കോമൺ നെയിമിൽ അറിയപ്പെടുന്ന ഏതാണ്? എവേർണിയ പ്രൂണാശ്രീ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ കിട്ടി അല്ലെ. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് എ ഫിക്സേറ്റീവ് ആൻഡ് ഫോർ ഇറ്റ്സ് സെന്റ് ഇൻ ദി പെർഫ്യൂം ആൻഡ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി. 3. ബ്രൂവിംഗ് ആൻഡ് കൺഫെക്ഷണറി. റമേലിന ഫ്രാക്സീനിയ. Due to its high content of the carbohydrate lignin, it is used in Sweden and Russia for alcohol production. Okay. In pharmaceutical, Rosella montagni. It is primarily known the source of the dye litmus. Litmus ഉണ്ടാക്കുന്നതിനുള്ള മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? റോസല്ലയാണ്. ഓക്കെ. അപ്പം മെഡിസിനിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ റോസല്ല ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വെഗിനുല ഇൻ സ്പാഗ്നം? A. Top of capsule is differentiated into a lid-like structure which is delimited the rest of the capsule wall. Option B. Cup-shaped lower part of the calyptra surrounding the foot. Third, jacket overheads the dome-shaped columella. Option D. Modified sac facilitates spore dispersal effectively. എന്താണ് വാഗിനുല ഇൻ സ്പാഗ്നം എന്ന് പറയുന്നത്? ഒരു കപ്പ് ഷേപ്ഡ് ലോവർ പാർട്ടാണ്. കാലിപ്റ്റയുടെ കപ്പ് ഷേപ്ഡ്, ഫുഡിനെ കവർ ചെയ്തിട്ടുള്ള കപ്പ് ഷേപ്ഡ് ലോവർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? വാഗിനുല എന്ന് പറയുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. ഇൻ സ്പാഗ്നം ദ വാഗിനുല ഇസ് എ കപ്പ് ഷേപ്ഡ് ലോവർ പാർട്ട് ഓഫ് ദി കാലിപ്ട്ര. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റീൽ ഓഫ് ഓസ്മണ്ട പ്ലാന്റ്. ഓപ്ഷൻ എ ectofloic siphonosteel. Option B dictyosteel. Option C ectofloic solenosteel. And option D amphifloic solenosteel. ഓസ്മണ്ട എന്നുള്ള പ്ലാന്റിന്റെ സ്റ്റീൽ ഏതാണ്? എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീൽ ആണ്. ടെറോഫൈറ്റിൽ കാണപ്പെടുന്നതാണ് എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീൽ. എന്താ അതിന്റെ പ്രത്യേകത? എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീൽ the xylem surrounded by phloem only on the outer side. അപ്പൊ സൈലത്തിന് എന്ത് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും? ഫ്ലോയം സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് എക്ടോഫ്ലോയിക് സൈഫോണോസ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫൗണ്ട് ഇൻ ഓസ്മണ്ട. ഓസ്മണ്ടയുടെ പ്രത്യേകതയാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. എന്താണ് ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത്? അതായത് സൈലം ആൻഡ് ഫ്ലോയം ഫോമിംഗ് സെപ്പറേറ്റ് ഇന്റർകണക്റ്റഡ് ബണ്ടിൽസ്. അതിനെയാണ് നമ്മൾ ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത്. അടുത്തത് ആംഫിഫ്ലോയിക് സോളനോസ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സീൽ the phloem present on both side of the xylem. അതിനെയാണ് നമ്മൾ amphiploic എന്ന് പറയുന്നത്. Clear? Next question. What is biocytes? Option A is in species of Rhodophyceae, small outgrowth formed in the parent cell which later differentiated into hairy structures. Option B in species of Cyanophyceae, small reproductive cell formed within the parent cell which can then differentiated into new vegetative cell. Option C resting cells in certain members of Bulbocale and develop into mature organism during favorable season. Option D in Xanthophyceae, species produce a mode of asexual reproductive system to tide unfavorable periods. എന്താണ് ബയോസൈറ്റ്സ് എന്ന് പറഞ്ഞാല്? അതൊരു സൈനോഫേസിൽ കാണപ്പെടുന്ന സ്മോൾ റീപ്രൊഡക്റ്റീവ് സെൽ ആണ് അല്ലെ. അത് വെജിറ്റേറ്റീവ് ആണ്, ഡിഫറൻഷിയേറ്റഡ് ഇൻടു ന്യൂ വെജിറ്റേറ്റീവ് സെൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോമിന സ്പെസിഫിക്ക കൺസർവെന്റ റിലേറ്റഡ് വിത്ത് ICBN വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. കുറെ ബുക്കുകൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത് നോക്കാം. ഇത് നമ്മൾ ടാക്സോണമി നോമൻക്ലേച്ചർ വരുന്ന ഒരു പോർഷൻ ആണ് യൂട്യൂബിലെ. ഏതിലാണ്? ഓപ്ഷൻ എ ബെർലിൻ കോഡ് 1988, ലെനിൻഗ്രാഡ് കോഡ് 1978, ടോക്കിയോ കോഡ് 1994 ആൻഡ് ഡിസ്നി കോഡ് 1983. അപ്പം നോമിന സ്പെസിഫിക്ക കൺസർവെന്റ ഏതിലായിട്ടാണ്? ബെർലിൻ കോഡ് 1988 റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അത് ആ സമയത്താണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ കറന്റ് ഡയറക്ടർ ഓഫ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ഒരു കറന്റ് അഫെയർ പോലത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ഡോക്ടർ SS ഡാഷ് ഡോക്ടർ അശിഷോ അസോയി മാവോ. ഓപ്ഷൻ സി ഡോക്ടർ ലാൽജി സിംഗ്. ഓപ്ഷൻ ഡി ഡോക്ടർ ജയന്തി ജാനകിരാമൻ. ആരാ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് അശിഷോ അസോസി മാവോ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഫാമിലീസ് ഓഫ് എത്നിക് പ്ലാന്റ്സ് സച്ച് ആസ് ആരോഗ്യപ്പച്ച ആൻഡ് കറുകപ്പുല്ല്. എന്താ ചോദിച്ചിരിക്കുന്നത്? എത്നിക് ബോട്ടണിയിൽ വരുന്നതാണ്, അതുപോലെ തന്നെ നമ്മൾ ടാക്സോണമിയിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ എത്നിക് പ്ലാന്റ്സ് ആണ് ആരോഗ്യപ്പച്ചയും കറുകപ്പുല്ലും. അതിന്റെ ഫാമിലിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡയോസ്കോറിയേസിയെ,
and Poaceae. Option B, Burminaceae and Cyperaceae. Option C, Orchidaceae and Poaceae. Option D, Thismiaceae and Cyperaceae. Correct option ഏതാ വരിക? Dioscoriaceae and Poaceae. ആരോ ഇപ്പൊ ചെയ്തില്ല വരുന്നത്? Dioscoriaceaeയിലാണ് വരുന്നത്. അതുപോലെ തന്നെ കറുകപ്പുല്ല് നമുക്ക് അറിയാവുന്ന കാര്യമാണ് Poaceaeയിൽ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കണ്ടന്റ് പഠിക്കുമ്പോഴും വ്യക്തമായി ക്ലാരിറ്റിയോട് തന്നെ പഠിച്ചു പോകണം. ആരോഗ്യ പെച്ച എന്ന് പറയുന്നത് ട്രൈക്കോപ്പസ് സൈലാനിക്കസ് ആണ്. ബിലോങ്സ് ടു ദ ഫാമിലി ഡയസ്കോറിയേസി ആണ്. അതുപോലെ കറുകപ്പുല്ല് സാനിഡോർ ഡക്റ്റൈലോൺ നോൺ ആസ് ബർമുഡ ഗ്രാസ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ദബ് ഗ്രാസ് എന്നറിയപ്പെടുന്നത് അത് പോയേസിൽ വരുന്നതാണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരിക. അപ്പം നമുക്ക് ജനുവരി സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇതുപോലെ നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ഓരോ കണ്ടന്റും കൃത്യമായി മനസ്സിലാക്കി PYQ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത ആപ്പിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് കൂടാതെ നമ്മൾ ലൈവ് സീരീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മെന്ററോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് പഠിച്ചു പോകാവുന്നതാണ്. അതുപോലെ ഓരോ വീക്കിലും നമ്മൾ റിവിഷൻ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എക്സാം എഴുതി നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എവിടെയാണോ അത് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്